എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമ്മൾ ഈ മാസം മില്ലറ്റ് റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും നമുക്ക് ഒരു റാഗിപ്പൊടി കൊണ്ട് എങ്ങനെയാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റാഗിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ പൊടി വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ, പാക്കറ്റ് പൊടി. അതല്ല, ഞാനിപ്പോൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഒന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കടുകൊന്ന് പൊട്ടട്ടെ. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഒരു 5-6 അണ്ടിപ്പരിപ്പ്, അത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഒരു 2 മുളക് നുള്ളിപ്പറിച്ച് അതും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി നല്ലോണം ഒന്ന് മൊരിയട്ടെ. ഈ സമയത്ത് നമ്മൾ വലിയ ഉള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലും അരിഞ്ഞെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, അതും ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടില്ല, കാരണം അത് വെറും കൊള്ളി പോലെ നിൽക്കും. ഒറ്റൊരു പച്ചമുളകായത് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു ഇഞ്ചി കഷ്ണം ഇഞ്ചിയും എല്ലാം ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. നല്ലോണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒരുവിധം ഒരു ഗ്ലാസ് പരുവത്തിലായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 പിഞ്ച് പെരുങ്കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് റവ ചിലർക്കൊന്നും വയറ്റിന് പറ്റില്ല, അപ്പം അതിൽ കുറച്ച് പെരുങ്കായം ചേർത്താൽ നല്ലതാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് റവയാണ്. 1/2 കപ്പ് റവ ചേർത്തിട്ട് 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇത് നല്ലോണം വറുത്ത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. ആ മണം വരുന്ന വരെ വറുത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാന്നേ ഇടാവും സ്റ്റൗ. ഇനി ഇതേ അളവിൽ റവ എടുത്ത അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് റാഗിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും അതേപോലെ 2-3 മിനിറ്റ് വറുത്തെടുക്കാം. അപ്പോൾ നല്ലൊരു മണം വരും. ആ മണം വരുന്ന വരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പും വെള്ളവും ചേർക്കണം. വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, 2.5 കപ്പ് വെള്ളം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. കല്ലുപ്പ് ചേർത്താൽ ചിലപ്പം ബിഗിനേഴ്സിനൊന്നും നടക്കില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പിന്നെ പൊടിയുപ്പ് തന്നെ ചേർത്തോ. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ കുത്തി കൊടുത്താൽ കട്ടയില്ലാണ്ട് കിട്ടും. കണ്ടോ, കട്ടയൊന്നുമില്ല. അപ്പോൾ അതായത് ഒരു 2-3 മിനിറ്റ് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ കുറേ വെള്ളം വലിഞ്ഞു പോയില്ലേ. ഇനി ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചുകൂടി കുറച്ചാലേ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ലോണം ഒന്ന് വെള്ളം വറ്റട്ടെ. 2 മിനിറ്റ് ആകട്ടെ. 2 മിനിറ്റ് ആയിട്ടുണ്ട്, കണ്ടോ. ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കുക, ഒന്ന് മൂടി വെക്കുക, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, പിന്നെ ഇളക്കുക, മൂടി വെക്കുക. അങ്ങനെ ചെയ്ത് 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നല്ലോണം വെള്ളം വറ്റും. പിന്നെ ഈ വെള്ളം കൂടുതൽ അങ്ങ് വറ്റൂല കേട്ടോ, നമ്മളെ പൊടി പോലെ കിട്ടൂല. അങ്ങനെ കിട്ടണമെങ്കിൽ പിന്നെ ഇത്ര വെള്ളം ഒഴിച്ചാൽ പറ്റൂല. എനിക്ക് കുറച്ച് വെള്ളത്തോടെ ഇഷ്ടം, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെയും മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും അതേപോലെ എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്, കണ്ടോ. നല്ല വെള്ളം നല്ലോണം വറ്റി എൻ്റെ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. അപ്പം പിന്നെ വെള്ളം ഇങ്ങനെ ചേർക്കുന്നതിന് കാരണം പറയുന്നതെന്ന് പറഞ്ഞാൽ റാഗിക്ക് നല്ല വേവുണ്ട് പോലും. അപ്പോൾ അത് നല്ലോണം വേണം, ഇല്ലെങ്കിൽ വയറ്റിന് പറ്റില്ല എന്നല്ല പറയുന്നത്. എനിക്കതിനെപ്പറ്റി വലിയ പിടുത്തമില്ല. അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. റാഗിക്ക് അങ്ങനെ വേണ്ടോ എന്തെന്നാ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ്. അപ്പോൾ അതാ നമ്മൾ ഉപ്മാവ് റെഡി. ഇനി നമ്മൾ അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് മല്ലിയിലയും ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. നല്ലൊരു മണമായിരിക്കും കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ സ്റ്റൗ ഉണ്ടാവണേ. മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ, അത് നിങ്ങളെ സ്റ്റൗവിൻ്റെ ബർണറിനനുസരിച്ചിരിക്കും. ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടത്.
നല്ലോണം ഇങ്ങനെ ഇളക്കി ആ മല്ലിയിലയും നെയ്യും എല്ലാം എല്ലാ ഭാഗത്തും ആകുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നല്ല എൻ്റെ പാകം ഇതാ കേട്ടോ, ഉപ്മാവിൻ്റെ എനിക്കിങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നും കൂടി മൂടി വെച്ച് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടക്കട്ടെ. ഒരു 5 മിനിറ്റ് അട നിൽക്കട്ടെ. അതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, എൻ്റെ ഉപ്മാവ് റെഡിയാണ്. എനിക്കിങ്ങനെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ വെല്ലോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ടും കഴിക്കാം, പഴം കൂട്ടി കഴിക്കാം. ഞാനിപ്പോൾ ഒരു പീനട്ട് ചട്നിയാണ് അരച്ചത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതെല്ലാം കൂട്ടി കഴിക്കാനായിട്ട്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.